മക്കളെ, നമ്മളെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നുള്ള ചാപ്റ്റർ ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. എക്സാം അടുത്തിരിക്കുക അല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ഫോർത്ത് പ്ലേസ്. അല്ലെ, നാലാമത്തെ ഭാഗം എന്ത് ചെയ്യാ? ഫിൽ ചെയ്യാൻ. ടി വി എന്താ മക്കളെ? ടൈഡൽ വോളിയം ആണ്. എത്ര ml ആണ്? 500 ml. അപ്പൊ അടുത്ത എന്താണ്? IRV. IRV എത്രയാണ് നമ്മൾ പഠിച്ചത്? 2500 ടു എത്രയാണ് മക്കളെ? 3000 ml ആണ് എന്ത്? IRV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ എക്സ്ചേഞ്ച്ഡ് ബൈ. അല്ലെ, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഏത് പ്രോസസ് ആണ്? സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഏതാണ് മക്കളെ? സിമ്പിൾ ഡിഫ്യൂഷൻ. അറിയാലോ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് മൂവ് ചെയ്യുന്നു? ഗ്യാസസ് മൂവ് ചെയ്യുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ന്യൂമോടാക്സിക് സെന്റർ ഈസ് ലൊക്കേറ്റഡ് ഡാഷ് അറ്റ് ദ ബ്രെയിൻ. എവിടെയാണ് കാണുന്നത്? ന്യൂമോടാക്സിക് സെന്റർ P ആണ്. അപ്പൊ എന്താണ് ന്യൂമോടാക്സിക് സെന്റർ? എവിടെയാണ്? പോൺസ്. അല്ലെ, പോൺസ് റീജിയനിലാണ് എന്ത് കാണുന്നത്? ന്യൂമോടാക്സിക് സെന്റർ കാണുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ. അല്ലെ, ഒരു നോർമൽ റെസ്പിറേഷന്റെ സമയത്ത് നമ്മൾ എത്രത്തോളം എയർ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നു, അകത്തേക്ക് എടുക്കുന്നു. ഏതാണത്? ടൈഡൽ വോളിയം. ഏതാണ്? ടൈഡൽ വോളിയം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ എൻസൈം ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. അല്ലെ, കണ്ടിട്ടുണ്ടോ? ഈ റിയാക്ഷൻ എവിടെയും കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി കൂടിയിട്ട് എന്തായിട്ട് മാറുന്നു? എന്തായിട്ട് മാറുന്നു? H2CO3 ആയിട്ട് മാറുന്നു. കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നു. കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്താവുന്നു? എന്താവുന്നടാ? ബൈ കാർബണേറ്റ് ആവുന്നു. ഏതാണ്? HCO3. പിന്നെ അതുപോലെ എന്താണ്? H+ അയോൺസ് ആവുന്നു. അവിടെ ഏത് എൻസൈം ആണ് ഈ റിയാക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത്? കാർബോണിക് എൻഹൈഡ്രേസ് ആണ്. കിട്ടിയോ? ഏതാണ്? കാർബോണിക് എൻഹൈഡ്രേസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. റെസ്പിറേറ്ററി ഡിസോർഡർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എല്ലാ പാഠത്തിലും കുറച്ച് ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എല്ലാ ഡിസോർഡേഴ്സും പഠിച്ചിട്ട് പോകണം, വെറുതെ വിട്ടേക്കരുത്. അപ്പൊ നമുക്കിത് ഏത് ഡിസോർഡർ ആണെന്ന് നോക്കാം. ഏതാണ്? ആൽവിയോളാർ വോൾസ് ആർ ഡാമേജ്ഡ് ഡ്യൂ ടു ദ റെസ്പിറേറ്ററി സർഫസ് ഈസ് ഡിക്രീസ്ഡ്. അല്ലെ, നമ്മുടെ ആൽവിയോളാറിന്റെ വോള് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് കുറഞ്ഞു? എന്ത് കുറഞ്ഞടാ? റെസ്പിറേറ്ററി സർഫസ് എന്ത് ആയിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. അല്ലെ, അവിടെ ഓക്സിജൻ ഇതാണ് നമ്മുടെ ആൽവിയോളാർ വോൾ എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വന്നിട്ട് നിറഞ്ഞോ? അല്ലെ, കുറെ എന്തെങ്കിലും വന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ഇതിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി സുഖമായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഏത് കണ്ടീഷനാണ്? നമ്മൾ അസുഖത്തിന് നമ്മൾ എന്താ പറയുന്നത്? എംഫിസീമ. ഏതാണ്? എംഫിസീമ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഏതാണ്? ഡയഗ്രാം കണ്ടോ? ഓർക്കുന്നുണ്ട് ഈ ഡയഗ്രാം ഏതാണ്? ഒബ്സർവ് ദ ഫിഗർ, സ്റ്റേറ്റ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഡ്യൂറിങ് ഇൻസ്പിരേഷൻ. അല്ലേ, നമ്മളെ മെയിൻ ഈ ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഇൻസ്പിരേഷനും എക്സ്പിരേഷനും. എന്താ മക്കളെ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇൻസ്പിരേഷൻ? അല്ലെ, നമ്മൾ ഓക്സിജനെ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നതാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്പിരേഷൻ. അപ്പൊ എക്സ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്സിജനെ പുറത്തേക്ക് വിടുന്നതാണ് എന്ത്? എക്സ്പിരേഷൻ. അപ്പൊ ഇവിടെ എന്തിന്റെ ചിത്രം കൊടുത്തേക്കുന്നത്? ഇൻസ്പിരേഷന്റെ ചിത്രമാണ് കൊടുത്തത്. അല്ലെ, നമ്മുടെ ലങ്സ് ഉണ്ട്. ലങ്സിൽ എന്തൊക്കെയാണ്? ഏതൊക്കെ പാർട്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്? നമ്മുടെ ഏതാണ്? റിബ്സ്. പിന്നെ ഏതാണ് മക്കളെ? സ്റ്റേർണത്തിന് എന്ത് സംഭവിക്കുന്നു? ദെൻ പിന്നെ ഏതാടാ? ഡയഫ്രം. ഏതാണ്? ഡയഫ്രം. പിന്നെ നമ്മൾ നോക്കുന്നത് ഏതാണ്? നമ്മുടെ പ്രഷർ ആണ്. ദെൻ പിന്നെ ഏതാണ്? വോളിയം. അപ്പൊ ഇത്രയും പോയിന്റ്സ് മക്കൾ നോക്കിയിരിക്കണം. അപ്പൊ നോക്കിക്കോ, നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ റിബ്സിനൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ റിബ്സ്. അല്ലെ, റിബ്സ് എന്താ ചെയ്യുന്നത്? നേരെ മേലേക്ക് എന്ത് ചെയ്യുന്നു? ഉയരുന്നു. ഉയരുന്നതിന് എന്താണ്? റൈസ് അപ്പ്. അല്ലെ, ഉയർന്നു. സ്റ്റേർണത്തിന് എന്താ സംഭവിക്കുന്നത്? സ്റ്റേർണം എന്ത് ചെയ്യുന്നു? റൈസ് അപ്പ്. നേരെ മുകളിലേക്ക് എന്ത് ചെയ്യാണ്? ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡയഫ്രം എങ്ങനെയാണ് കിടക്കുന്നത്? ഇങ്ങനെ യു ഷേപ്പിലാണ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ലങ്സിന്റെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അല്ലെ, ഇങ്ങനെ ഇരിക്കുന്ന ഡയഫ്രം എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുമ്പോൾ നോക്കണ ഇങ്ങനെയായിട്ട് മാറും.
ലൈക്ക് നേരെ താഴേക്ക് ഫ്ലാറ്റൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഡയഫ്രം ഇവിടെ എന്താ ചെയ്യുന്നത്? കോൺട്രാക്ട് അല്ലെ? കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ പറയടാ. ഇവിടെ കോൺട്രാക്ട് ചെയ്തു, റിബ്സ് എല്ലാം റൈസ് അപ്പ് ചെയ്തു, മേലേക്ക് പോയി അല്ലെ? നമ്മുടെ ഡയഫ്രം എന്ത് ചെയ്തു? നേരെ ഫ്ലാറ്റൺ ചെയ്ത് താഴേക്ക് എത്തി അല്ലെ? അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെയുള്ള സ്പേസ് കൂടിയോ? നിങ്ങൾ പറ, അവിടെ സ്പേസ് കൂടിയോ? യെസ്, അവിടെ എന്ത് കൂടി? വോളിയത്തിന് എന്താ സംഭവിക്കുന്നത്? തൊറാസിക് വോളിയം എന്ത് ചെയ്തു? ഇൻക്രീസസ്. കൂടിയിലെ മക്കളെ? ഇൻക്രീസസ്. അപ്പൊ പറയടാ, വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയാണോ കൂടാണോ ചെയ്യാ? പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. കാരണം അവിടെ പ്രഷർ ഉണ്ടാവും, നല്ല വോളിയം ഉണ്ട്, സുഖമായിട്ട് അയർന്ന് ഓടി നടക്കാം. അപ്പോൾ യാതൊരു പ്രഷറും ഇല്ല. ആ പ്രഷർ എന്ത് ചെയ്തു? ഡിക്രീസസ്. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ഇൻസ്പിരേഷന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം, എന്താ നമ്മുടെ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? എയറിനെ നമ്മൾ എങ്ങോട്ടേക്ക് എടുക്കുന്നു? ഉള്ളിലേക്ക് എടുക്കുന്നു. ഇവിടുന്ന് ആൽവിയോളസ് അല്ലെ? ആൽവിയോളസ് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്? നമ്മൾ ലങ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഏതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? റിബ്സിന് എന്ത് സംഭവിക്കുന്നു? സ്റ്റേർണത്തിന് എന്ത് സംഭവിക്കുന്നു? ഡയഫ്രത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രഷർ, വോളിയം. റിബ്സ് എന്താ മക്കളെ? റൈസ് അപ്പ്. സ്റ്റേർണം എന്താണ് ചെയ്യുന്നത്? റൈസസ്, ഉയരുന്നു. ഡയഫ്രത്തിന് എന്താ സംഭവിക്കുന്നത്? കോൺട്രാക്ട് ചെയ്യുന്നു. പ്രഷർ എന്താ ചെയ്യുന്നത്? കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ വോളിയം എന്തായിരിക്കും ചെയ്യുന്നത്? കൂടുന്നു. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ 2017 റിപ്പീറ്റ് അടിച്ചു വന്ന ക്വസ്റ്റ്യൻ തന്നെ. എന്താടാ? ഡിഫറൻഷിയേറ്റ് ദ പ്രോസസ് ഓഫ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. എഗെയിൻ നമ്മൾ ഇൻസ്പിരേഷൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ഏതാ നോക്കാനുള്ളത്? നമ്മുടെ എക്സ്പിരേഷൻ ആണ് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ? ഇൻസ്പിരേഷൻ നിങ്ങൾ തന്നെ പറഞ്ഞതാ. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു? ഡയഫ്രം എന്താ ചെയ്യുന്നത്? കോൺട്രാക്ട്. രണ്ടാമത്തെ എന്താണ്? കോൺട്രാക്ഷൻ ഓഫ് നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസിൽ. എന്താ മക്കളെ ഇന്റർകോസ്റ്റൽ മസിൽസ്? ഇതാണ് ഇപ്പൊ നമ്മുടെ റിബ്സ് എന്ന് വിചാരിച്ചോ. ഈ റിബ്സിന്റെ ഇടയിലുള്ള മസിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്താ ചെയ്യുന്നത്? ഇന്റർകോസ്റ്റൽ മസിൽസ് എന്താണ് ചെയ്യുക? ഈ റിബ്സ് ഇങ്ങനെ നേരെ മേലേക്ക് ഉയരുമ്പോ ഇന്റർകോസ്റ്റൽ മസിൽസിന് എന്താ സംഭവിക്കുക? അതും എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട്. ഇനി വോളിയം എന്തായിരിക്കും? തൊറാക്സിലുള്ള വോളിയം എന്ത് ചെയ്യും? കൂടുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പ്രഷർ, അപ്പൊ നമ്മൾ എന്താ പറയാ? ഇൻട്രാ പൾമനറി പ്രഷർ, അതെന്തായിരിക്കും? കുറയുന്നു. ഇനി അടുത്തയാണ് നമ്മുടെ എന്ത്? എക്സ്പിരേഷൻ. അപ്പൊ എക്സ്പിരേഷന്റെ നമുക്ക് എന്തൊക്കെയാ നോക്കാം. എന്താണ് മക്കളെ? ഇതാണല്ലേ നമ്മുടെ ലങ്സിന്റെ ഒരു ഏരിയ. മിസ് വരയ്ക്കാം. നമ്മുടെ റിബ്സ് ഇവിടെ ഉണ്ട്. ഈ റിബ്സ് ഒക്കെ നേരെ ഉയർന്നു നിന്ന റിബ്സ് ഒക്കെ എന്തായിട്ട് മാറും? നേരെയായിട്ട് മാറും അല്ലെ? ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ നിന്ന റിബ്സ് എന്തായിട്ട്? നമ്മുടെ റിബ്സിനൊക്കെ എന്ത് സംഭവിച്ചടാ? നേരെ റൈസപ്പ് ആയിട്ടുള്ള നമ്മുടെ റിബ്സ് ഒക്കെ എന്ത് ചെയ്തു? നേരെ താഴ്ന്നു. ലോവേഴ്സ് കുറഞ്ഞു അല്ലെ? നേരെ താഴേക്ക് വന്നു. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? കം ബാക്ക് ടു ഒറിജിനൽ കണ്ടീഷൻ അല്ലേ? അപ്പൊ എന്താണ്? നേരെ അവരിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പൊ ഡയഫ്രം അവിടെ എന്താ ചെയ്യുന്നത്? ഡയഫ്രം ഇവിടെ ഉണ്ട്. ഡയഫ്രം അല്ലേ? ഡയഫ്രം ഫ്ലാറ്റൺ ചെയ്ത ഡയഫ്രം നേരെ കോൺട്രാക്ട് ആ പൊസിഷനിൽ മാറി അവരും എന്തായി? റിലാക്സസ്. ഡയഫ്രം റിലാക്സസ്. പിന്നെ നമ്മുടെ ഇന്റർകോസ്റ്റൽ മസിൽസും എന്താ ചെയ്യുന്നത്? റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി രണ്ട് കാര്യങ്ങളും കൂടി നോക്കാനുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഏതാണ് മക്കളെ? വോളിയത്തിന് എന്ത് സംഭവിക്കുന്നു? രണ്ട് എന്താണ് മക്കളെ? പ്രഷറിന് എന്ത് സംഭവിക്കുന്നു? വോളിയത്തിന് എന്താണ് മക്കളെ സംഭവിക്കുന്നത്? വോളിയം എന്ത് ചെയ്യുന്നു? വോളിയം എന്താ ചെയ്യാ? ഡിക്രീസസ് അല്ലേ? കുറയും. കാരണം ഇവരൊക്കെ താഴേക്ക് വന്നു. നമ്മൾ ഫ്ലാറ്റൺ ചെയ്ത ഡയഫ്രം നേരെ മേലേക്ക് വന്നു. ഇപ്പൊ ഇവിടെ വോളിയം ഉണ്ട് മക്കളെ. ഇവിടെ സ്പേസ് ഉണ്ടടാ. അപ്പം ഇവിടെ നോക്ക്, നേരത്തെ നമ്മുടെ ഇൻസ്പിരേഷനിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ സ്പേസ് കുറഞ്ഞു. അപ്പൊ വോളിയം എന്ത് ചെയ്തു? ഡിക്രീസസ്. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രഷറിന് സംഭവിക്കുക. പ്രഷർ എന്താണ്? ഇൻക്രീസസ്. ക്ലിയർ ആയോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ tidal volume and residual volume. B എന്താ മക്കളെ? vital capacity and total lung capacity. മക്കളെ ഇമ്പോർട്ടന്റ് ഭാഗമാണ്. എല്ലാം പഠിച്ചിട്ട് വേണം പൊക്കോളാൻ കേട്ടോ. ഒന്നുപോലെ ഇതിന്ന് വിട്ടുപോകരുത്. അതുപോലെ TB, RB, VC, TLC അങ്ങനെ പഠിച്ചു വെച്ചേക്കണം. എല്ലാത്തിന്റെ ഷോർട്ട് ഫോമും പഠിച്ചു വെച്ചേക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം? എന്താണ് ടൈഡൽ വോളിയം? മിസ് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും നോർമൽ ആയിട്ട് നമ്മൾ ശ്വാസം എടുക്കുന്നില്ലേ? ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അതാണ് ടൈഡൽ വോളിയം. അപ്പൊ എന്താണ്? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് or expired during normal respiration അല്ലെ? നമ്മുടെ നോർമൽ റെസ്പിറേഷൻ ആണ് ടൈഡൽ വോളിയം. അപ്പൊ അടുത്ത് നോക്കാം റെസിഡ്യൽ വോളിയം. അപ്പൊ 6 റെസിഡ്യൽ. അപ്പൊ അവിടെ നിങ്ങൾ ഓർത്താക്കണം റിമൈനിങ് ഇൻ ദ ലങ്സ്.
എന്തോ അല്ലെ നമ്മള് ഒരു ഫോഴ്സിബിൾ എക്സ്പിരേഷന്റെ ശേഷം എത്രത്തോളം എയർ നമ്മുടെ ലങ്സിൽ ബാക്കിയുണ്ട്, അതാണടാ റെസിഡ്യൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് എപ്പം ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. അടുത്തതാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി. ഈ രണ്ട് കപ്പാസിറ്റിയാ. ഇത്രയും നേരം നമ്മൾ 2 വോളിയമാണ് പഠിച്ചത് അല്ലെ. ഇതെന്താ കപ്പാസിറ്റിയാ, നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യും, നമ്മളെ ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ ചെക്ക് ചെയ്യില്ലേ. അപ്പൊ ഇതേപോലെ വൈറ്റൽ കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളൊരു ഫോഴ്സ്ഡ് എക്സ്പിരേഷന്റെ ശേഷം ഞാൻ ഫോഴ്സ് ചെയ്തിന്റെ ശ്വാസക്കാട് പുറത്തേക്ക് വിട്ടു, അതിന് ശേഷം മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബി ബ്രീത്ത് അല്ലെ. എനിക്ക് എത്രത്തോളം എയർ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ നിങ്ങൾ നോക്കില്ലേ നിങ്ങളുടെ വൈറ്റൽ കപ്പാസിറ്റി എങ്ങനെയാ നോക്കുക, എങ്ങനെയാണോ നോക്കുക, ശ്വാസം മൊത്തം പുറത്തേക്ക് വിട്ടിട്ട് എന്ത് ചെയ്യുക, എത്രത്തോളം എയർ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് നോക്കുക. അടുത്തതാണ് നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലെ. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. നേരെ ഞാൻ എന്ത് ചെയ്യാം, ശ്വാസം നന്നായിട്ട് അങ്ങോട്ട് കയറ്റി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ എത്രത്തോളം എയർ അവിടെ എന്ത് ചെയ്യും, അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ലങ്സിൽ. അതാണ് നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി. അപ്പൊ നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ്, 2 വോളിയം. ഏതൊക്കെയാണ് 2 വോളിയം, ടൈഡൽ വോളിയം, പിന്നെ ഏതായിരുന്നു, റെസിഡ്യൽ വോളിയം. 2 കപ്പാസിറ്റി നോക്കി. ഏതൊക്കെയാ മക്കളെ 2 കപ്പാസിറ്റി പറഞ്ഞാല്, വൈറ്റൽ കപ്പാസിറ്റിയും പിന്നെ ഏതാണ്, ടോട്ടൽ ലങ് കപ്പാസിറ്റിയും. മക്കൾ തെറ്റിക്കരുത് കേട്ടോ, ആലോചിച്ച് എഴുതണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിന്റെ ബാക്കി തന്നെയാണ് മക്കളെ. ഏതാണ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ഫോളോയിങ്. അത് മാത്രം പഠിക്കരുത്, അതാ പറയുന്നത്. നമ്മൾ ആ പോർഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ഓരോ വർഷം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാ, പഠിക്കില്ല നിങ്ങള്. ഏതാണ്, IRV, ERV, IC, EC. ഏതൊക്കെയാടാ, IRV, ERV, IC, EC. മിസ് ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്, IRV, ERV മാത്രം പഠിച്ചിട്ട് പോകരുത്, അതൊരു ഫുൾ ഫോം കൂടി പഠിച്ചേക്കണം. എന്താണ്, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം നോക്കാം. എന്താണ്, അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. അപ്പൊ എന്താ മക്കളെ, നിങ്ങൾ ഈ ഒരു റിസർവ് വോളിയം എന്ന് കേൾക്കുമ്പോൾ അപ്പൊ ആലോചിക്കണം, നമുക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അത് നമ്മൾ എങ്ങനെ എടുക്കുന്നത്, ഫോഴ്സ് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എത്ര മാർക്ക് മേടിക്കാൻ പറ്റും, നിങ്ങൾ നല്ല ഫോഴ്സ്, നമ്മളൊക്കെ നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്യണം, ഫോഴ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല മാർക്ക് മേടിക്കില്ല. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ നല്ല ഫോഴ്സ്, നമ്മൾ ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നത്, എയർ എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. അപ്പൊ അങ്ങനെ എഴുതി വെക്കരുത്. എങ്ങനെ എഴുതണം, അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. അതാണ് IRV. അപ്പൊ ERV എന്തായിരിക്കണം, ERVന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ERV എങ്ങനെയാണ്, അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. അപ്പൊ എന്നോട് ERV ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, എന്താ ചെയ്യും, മൊത്തമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടാൻ നോക്കും അല്ലെ. ഫോഴ്സ് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് എന്റെ ലങ്സിലുള്ള എല്ലാ എയറും ഞാൻ എന്ത് ചെയ്യും, പുറത്തേക്ക് കണ്ടു വിടും. ഞാൻ IRV ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക, ഫോഴ്സ് ചെയ്തിട്ട് എന്റെ ലങ്സിൽ എത്ര എയർ ഉണ്ടോ അതൊക്കെ ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, അഡീഷണൽ എയറിനെയും പുറത്തേക്ക് വിടും. യെസ്, ക്ലിയർ ആയോ? പുറത്തേക്ക് വിടുന്നതാണെങ്കിൽ എക്സ്പിരേറ്ററി റിസർവ് വോളിയം, ഉള്ളിലേക്ക് എടുക്കുന്നതാണെങ്കിൽ എന്താ മക്കളെ, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. തെറ്റിച്ചെഴുതിട്ടടാ. അടുത്താണ് വീണ്ടും നമ്മുടെ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റിയും അതുപോലെ ഏതാണ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി ആയിട്ട് നോക്കുന്നത്. അപ്പൊ എന്താണ്, ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഇപ്പൊ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ശ്വാസം പുറത്തേക്ക് വിട്ടതിന്റെ ശേഷം എത്രത്തോളം എയർ ഒരാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഇൻസ്പയർഡ് വലിച്ചെടുക്കാൻ, നമുക്ക് എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും, അതാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അടുത്ത എന്താ, എക്സ്പിരേറ്ററി കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ആ ടേം മാത്രം മാറ്റി കൊടുത്താൽ മതി. എന്താണ്, ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ, പുറത്തേക്ക് വിടാൻ വേണ്ടി പറ്റുന്നത് എപ്പം, ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. നിങ്ങൾ ഇവിടെ നേരെ എന്താ എഴുതിയേക്കേണ്ട അറിയോ, ആഫ്റ്റർ നോർമൽ എക്സ്പിരേഷൻ. എന്തിന്റെ മുന്നിൽ, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഇനി എക്സ്പിരേറ്ററി കപ്പാസിറ്റി ആണെങ്കിൽ എന്താ എഴുതേണ്ടത്, ആഫ്റ്റർ നോർമൽ, നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻസ്പിരേഷന്റെ ശേഷം എത്രത്തോളം എയറിനെ പുറത്തേക്ക് വിടാം. കിട്ടിയോ? ഒന്നുകൂടി നമ്മൾ പറയാം, IRV എന്താ നോക്കി, ERV എന്താ നോക്കി, IC എന്താ നോക്കി, EC എന്താ നോക്കി. കിട്ടിയോ മക്കളെ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ ഗ്രാഫ് അല്ലെ. കണ്ടിട്ടുണ്ടോ ഈ ഗ്രാഫ്, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മക്കളെ? ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്.
എന്തായാലും നമുക്ക് പഠിക്കണം. എന്താണ് ഈ ഗ്രാഫ്? വാട്ട് ഡസ് ദ ഗ്രാഫ് റെപ്രസെന്റ്? എന്താണ് മക്കളെ പറഞ്ഞേ? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ്. എന്താണ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. തെറ്റിക്കരുതടാ, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ് കൊടുത്തേക്കുന്നത് അല്ലെ? ഓക്സിജന്റെ ഡിസോസിയേഷൻ കർവ്. ഈ ബി ക്വസ്റ്റ്യൻ എന്താ മക്കളെ? റൈറ്റ് എനി 3 കണ്ടീഷൻ ഇൻ വിച്ച് ആൽവിയോളൈ ദാറ്റ് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. ഓർക്കുന്നുണ്ടോ എന്താ നമ്മൾ പറഞ്ഞത്? ഓക്സിജൻ ആദ്യം നമ്മൾ മൂക്കിലൂടെ എങ്ങോട്ട് വലിച്ചെടുക്കൂലേ? എങ്ങോട്ട് എത്തും? ലങ്സിൽ നമ്മുടെ ആൽവിയോളസിലേക്ക് എത്തും. അവിടെ വരെ എത്തിയാൽ മതിയോ? നമ്മളെ എല്ലാ ബോഡിയിലെ സെല്ലിലേക്കും എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പൊ എന്താണ്? ആൽവിയോളസ് എന്ന് ശ്രദ്ധിച്ചിട്ടോ, ആൽവിയോളസ് നിന്ന് നേരെ എങ്ങോട്ടേക്കാ പോകുന്നത്? ബ്ലഡിലൂടെ നമ്മുടെ ആര് കേറിപ്പോകും? ഓക്സിജൻ കേറിപ്പോകും. ബ്ലഡിൽ കുറെ ആൾക്കാരെ കാണുന്നുണ്ട് നമ്മുടെ ഓക്സിജൻ. ആരൊക്കെയാണ് കാണുന്നത്? നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ആരും നമ്മളെ ഹീമോഗ്ലോബിനെ കാണും. കണ്ടോ? ഇഷ്ടായി? ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ചേർന്ന് എന്തുണ്ടാവും? ഓക്സിഹീമോഗ്ലോബിൻ. എന്താ ഉണ്ടാവുന്നത് മക്കളെ? ഓക്സിഹീമോഗ്ലോബിൻ ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത്. ബ്ലഡിലേക്ക് വന്ന ഓക്സിജൻ ആരെ കണ്ടുമുട്ടി? ആരെ കണ്ടടാ? ഹീമോഗ്ലോബിനെ കണ്ടു. കണ്ടതും അവർ എന്ത് ഫോം ചെയ്തു? ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്തു. അപ്പൊ ഈ ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫേവർ ആവുന്നത് അല്ലെ? അവരെ കണ്ടുമുട്ടലിന് എന്തൊക്കെ ഫാക്ടേഴ്സ് വരണം? നോക്കിക്കടാ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്തായിരിക്കും? കൂടുതലായിരിക്കണം. രണ്ടാമത്തെ എന്താ മക്കളെ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ കൂടുതലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്താവണം? കുറവായിരിക്കണം. രണ്ടാമത്തെ എന്താണ് മക്കളെ? അല്ല, മൂന്നാമത്തേത് എന്താ? നമ്മുടെ ടെമ്പറേച്ചർ അവിടെ എന്തായിരിക്കണം? കുറവായിരിക്കണം. ദെൻ നാലാമത്തെ കണ്ടീഷൻ എന്താണ്? H+ അയോൺസിന്റെ കോൺസെൻട്രേഷനും എന്താണ് മക്കളെ? കുറവായിരിക്കണം. ഈ 4 കണ്ടീഷനും മക്കള് പഠിച്ചോ? പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കും. അപ്പൊ എന്തൊക്കെയാണ്? നിങ്ങൾ പക്ഷെ എഴുതിയിരിക്കണം. 4 പോയിന്റിന്റെ മക്കൾക്ക് അറിയാം എന്തൊക്കെയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്താണ്? കൂടുതലാണ്. 2 എന്താ മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കണം? കുറവായിരിക്കണം. ടെമ്പറേച്ചർ അവിടെ എന്തായിരിക്കണം? കുറവായിരിക്കണം. H+ അയോണിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? കുറവായിരിക്കണം. പഠിച്ചോ? കിട്ടിയോ? എന്താണ് ഗ്രാഫ്? ഗ്രാഫ് എന്താണ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. ഫാക്ടേഴ്സും പഠിച്ചില്ലേ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോ, എന്തിന്റെ ഡയഗ്രാം ആണ് കൊടുത്തേക്കുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് പല രീതിയിൽ നടക്കുന്നുണ്ട്. അതിലൊന്ന് നിങ്ങൾക്ക് ഭാഗ്യത്തിന് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ മക്കൾ അതും പഠിക്കണം. നമ്മൾ 3 വേസ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ പഠിക്കും. ഇവിടെ കൊടുത്ത എന്താണ്? 20 to 25% കാർബൺ ഡൈ ഓക്സൈഡിനെ എന്തായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? 7% എങ്ങനെയായിട്ട് 70% എങ്ങനെയായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ മിസ് വായിക്കാം. വാട്ട് ആർ ദ അതർ 2 വേസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടഡ്? A and B. അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ 20 to 25% എങ്ങനെയാ നോക്കടാ. 20 to 25% എങ്ങനെയാണ്? നമ്മുടെ ആദ്യം നമ്മൾ എവിടെ തുടങ്ങിയത്? നമ്മുടെ ഓക്സിജൻ അല്ലെ? ഓക്സിജൻ എങ്ങോട്ട് വന്നു? ആൽവിയോളസിലേക്ക് വന്നു. ആൽവിയോളസിൽ നിന്ന് അവരെങ്ങോട്ടേക്കാ വരുന്നത്? ബ്ലഡിലേക്ക്. ബ്ലഡിൽ ഇങ്ങനെ ഓടി കളിച്ചാൽ മതിയോ? നമുക്ക് ഓക്സിജൻ കിട്ടണ്ടേ? നമ്മുടെ സെല്ലിലേക്ക്, ഓരോ സെല്ലിലേക്കും ഓക്സിജൻ കേറിയോടാ. ഓക്സിജൻ കേറുമ്പം തിരിച്ചിങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചെന്താ കൊടുക്കുന്നത്? തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും. മനസ്സിലായ മക്കളെ? ബ്ലഡിൽ നിന്ന് ഓരോ സെല്ലിലേക്കും ഓക്സിജൻ എത്തി. ഓക്സിജൻ എടുത്തിട്ട് അവർ തിരിച്ചൊന്ന് അങ്ങോട്ട് കൊടുക്കും. വേണ്ടാത്ത സാധനം ആരാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ഇനി നമുക്ക് വേണം നമ്മളെ ശരീരത്തില്? നമുക്ക് വേണ്ടാത്ത ആളാണ് അല്ലെ? ഡീഓക്സിജനേറ്റഡ് ആണ്. നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ നേരെ പുറത്തേക്ക് വിടണം, ഒഴിവാക്കണം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ തിരിച്ച് നേരെ എങ്ങോട്ടേക്കാ മക്കളെ ഇറങ്ങുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ സെല്ലിൽ നിന്നോ ബ്ലഡിലേക്ക് ഇറങ്ങോ. നേരെ തിരിച്ചു പോവാടാ. ബ്ലഡിലൂടെ പോകുമ്പോ കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. ആരെയാണ് ആദ്യം കാണുന്നത്? ഹീമോഗ്ലോബിനെയാണ് കാണുന്നത്. അപ്പൊ ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്ന് എന്തുണ്ടാവും? കൊടുത്തു കഴിഞ്ഞു. ആൻസർ ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് എന്താ ഉണ്ടാവുന്നത്? കാർബമിനോ ഹീമോഗ്ലോബിൻ. എന്താ ഉണ്ടാവുന്നത്? കാർബമിനോ ഹീമോഗ്ലോബിൻ
ഗ്ലോബിനായി മാറി. എത്ര ശതമാനമാണ് മക്കളെ? 20 to 25% കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര ശതമാനമാണ്? 7% എന്ത് സംഭവിച്ചു? കണ്ടോ, ഇവിടെ 20 to 25%. അപ്പം ഇനി ബാക്കി നമ്മളെ 7% ആരാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആരുമായിട്ട് കൂടിച്ചേരുന്നു അറിയോ? ബ്ലഡിലുള്ള പ്ലാസ്മയുമായിട്ട് കൂടിച്ചേരുന്നു. ഇനിയോ 70% എന്ത് സംഭവിക്കും മക്കളെ? 70% ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? നമ്മുടെ വാട്ടറിനെയാണ്. വെള്ളവുമായിട്ട് കൂടിച്ചേരും. എന്നിട്ട് എന്തായിട്ടാണ് മാറുന്നത്? കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. H2CO3 ആയിട്ട് മാറും. കിട്ടിയോ? എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആരുമായിട്ട് കൂടിച്ചേർന്നു? വാട്ടറുമായിട്ട് കൂടിച്ചേർന്നു. എന്നിട്ട് എന്തായിട്ട് മാറി? കാർബോണിക് ആസിഡ് ആയിട്ട് മാറി. ഈ കാർബോണിക് ആസിഡ് എന്ത് ചെയ്യുന്നു മക്കളെ? ഡിസോസിയേറ്റ് ചെയ്തിട്ട് ബൈകാർബണേറ്റ്സ് ആയിട്ട് മാറുന്നു. യെസ്, കിട്ടിയോ? HCO3 H+ അയോൺസ് ആയിട്ട് മാറും. അപ്പം ആദ്യം വാട്ടറുമായിട്ട് കൂടിച്ചേർന്ന് കാർബോണിക് ആസിഡ് ആയിട്ട് മാറി. കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ബൈകാർബണേറ്റും H+ മാറുന്നു. അത്രയുള്ളൂ നമ്മുടെ എ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ 7% ആരുമായിട്ടാണ് കൂടിച്ചേർന്നത്? പ്ലാസ്മ, ഡിസോൾഡ് ഇൻ ദ പ്ലാസ്മ. 70% ആരുമായിട്ടാണ് കൂടിച്ചേർന്നത്? വാട്ടറുമായിട്ട് കൂടിച്ചേർന്നിട്ട് ബൈകാർബണേറ്റ്സ് ഉണ്ടാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ദിസ് റിയാക്ഷൻ. ഏത് എൻസൈം ആണ് അതിന് സഹായിച്ചത്? ഏത് എൻസൈം? ഏത് റിയാക്ഷൻ? ഏത് എൻസൈം? നിങ്ങൾക്കറിയാം ഏതാണ്? കാർബോണിക് എൻഹൈഡ്രേസ്. ഓർക്കുന്നുണ്ടോ? 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ അത് പഠിച്ചോ. കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആണ് എന്താക്കി മാറ്റുന്നത്? നമ്മുടെ ബൈകാർബണേറ്റ് ആക്കാനും കാർബോണിക് ആസിഡ് ആവാനും ഒക്കെ സഹായിക്കുന്ന എൻസൈം ഏതാണ്? കാർബോണിക് എൻഹൈഡ്രേസ്. മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Given below is a diagram section of an alveolus with a pulmonary capillary. അല്ലേ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ലേബൽ ദ ലേയേഴ്സ് A, B and C. ഓർക്കുന്നുണ്ടോ? ഇതെന്താ മക്കളെ? ഈ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആൽവിയോളസ് ആണ് അല്ലെ? ആൽവിയോളസിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ ബ്ലഡ് കാപ്പിലറി ആണ് അല്ലെ? അപ്പൊ നമുക്ക് A എന്താ, B എന്താ, C എന്താന്ന് നോക്കാം. A എന്താണ് മക്കളെ? സ്ക്വോമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളസ് അല്ലെ? എന്താണ്? സ്ക്വോമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളസിന്റെ എപ്പിത്തീലിയം ആടാ. B എന്താണ് മക്കളെ? ബേസ്മെന്റ് സബ്സ്റ്റൻസ് ആണ്. എന്താണ്? ബേസ്മെന്റ് സബ്സ്റ്റൻസ്. C എന്താണ് മക്കളെ? എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി. എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? A എന്തായിരുന്നു? സ്ക്വോമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളസ് ആണ്. B എന്താണ് മക്കളെ? ബേസ്മെന്റ് സബ്സ്റ്റൻസ് ആണ്. C എന്താണ്? എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ ആൻഡ് ഗ്യാസ് എക്സ്ചേഞ്ച്? രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ്? ആര് തമ്മിലുള്ള? ഈ മെംബ്രെയിന്റെ തിക്നെസ്സും അതുപോലെ ഗ്യാസ് എക്സ്ചേഞ്ചും തമ്മിൽ എന്താണ് ബന്ധം? തിക്നെസ് കുറഞ്ഞാൽ എന്ത് കൂടും? ഗ്യാസ് എക്സ്ചേഞ്ച് കൂടും. ആലോചിച്ചോ. തിക്നെസ് കുറഞ്ഞാൽ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നു മക്കളെ? ഗ്യാസ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യടാ? കൂടും. ഗ്യാസ് എക്സ്ചേഞ്ച് എന്താണ്? ഇൻക്രീസസ്. നല്ല തിക്ക് ഉണ്ടെങ്കിൽ എന്താണ്? കയറിപ്പോവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ തിക്നെസ് കുറഞ്ഞോ എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് സിമ്പിൾ ആയിട്ട് എന്ത് നടക്കും? ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. അപ്പം ഓക്കെ അല്ലേ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഏതാണ്? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസോർഡേഴ്സിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മക്കളെ എല്ലാ ചാപ്റ്ററിലും കുറേ ഡിസോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നും വിട്ടേക്കരുതടാ. ഇവിടെ നമുക്ക് 2 ഡിസോർഡേഴ്സ് ആണ് ചോദിച്ചത്. ഏതാണ്? ആസ്മ ആൻഡ് എംഫിസീമ. ഏതാണ്? മെൻഷൻ ദെയർ കോസസ് ആൻഡ് സിംറ്റംസ് അല്ലെ? കോസും ചോദിച്ചു, പിന്നെ എന്താണ്? സിംറ്റമും ചോദിച്ചിട്ടുണ്ട് അല്ലെ? കോസും പിന്നെ ഏതാ മക്കളെ? സിംറ്റം ആണ് ചോദിച്ചത്.
ആദ്യത്തെ അസുഖം ഏതാണ്? ആസ്മയാണ്. ആസ്മ എന്താ മക്കളെ? എന്താണ് ആസ്മ എന്ന് പറഞ്ഞാല്? ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടില്ലേ? നമ്മളൊക്കെ നോർമൽ ആയിട്ട് എയർ എടുക്കും. പക്ഷെ ആസ്മ പേഷ്യൻസിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ബ്രീത്തിങ്ങില് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? വീസിങ്ങിലേക്ക് ലീഡ് ചെയ്യും. നമ്മൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടിലേക്ക് ലീഡ് ചെയ്യും. കാരണം എന്താണ് മക്കളെ? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ അല്ലെ? എന്താ ബ്രോങ്കിയോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽവിയോളസിലേക്ക് വരുന്ന ബ്രാഞ്ചസ് അല്ലെ, ലങ്സിലേക്ക് കിടക്കുന്ന ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രോങ്കയും ബ്രോങ്കിയോളും. ഈ ബ്രോങ്കസിലും ബ്രോങ്കിയോളിലും ഒക്കെ എന്ത് വരുന്നു? ഇൻഫ്ലമേഷൻ. എന്താ വരുന്നത്? ഇൻഫ്ലമേഷൻസ് വരും. അപ്പൊ അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? നമുക്ക് ഗ്യാസസിന് എയറിന് അതിലേക്ക് കയറാൻ പറ്റില്ല. ഓക്സിജൻ കറക്റ്റ് ആയിട്ട് കയറിയില്ലെങ്കിൽ എന്താ മക്കളെ സംഭവിക്കുക? ബ്രീത്തിങ്ങിൽ എന്ത് വരുന്നു? ഡിഫിക്കൽറ്റി വരുന്നു. കിട്ടിയോടാ? അടുത്തതാണ് ഇത് എംഫിസീമ. എന്താ എംഫിസീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽവിയോളാർ വോൾ എന്താവുന്നു? ഡാമേജ് ആവുന്നു. ആൽവിയോളസിന്റെ വോൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ സംഭവിക്കുക? എയറിന് അതിലൂടെ കയറി പോകാൻ വേണ്ടി പറ്റുമോ? എന്താണ് ആൽവിയോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായു അറകളാണ് അല്ലെ? നമുക്ക് ഒരുപാട് വായു അറകളുണ്ട്. ഈ വായു അറകളുടെ ഒക്കെ വോൾസ് എന്തായി? ഡാമേജ് ആയി, കേടായിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് എന്തിലേക്ക് നയിക്കും? റെസ്പിറേഷന്റെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. എന്താണ് കാരണം? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ്. അപ്പൊ എന്ത് ചെയ്യരുത്? സ്മോക്ക് ചെയ്യരുത്. സ്മോക്ക് ചെയ്താൽ എന്ത് വരും? ചോദിക്കട്ടോ. സിഗരറ്റ് സ്മോക്കിംഗ് ഏത് അസുഖമാണ് മക്കളെ? എംഫിസിമ. ഏത് അസുഖമാണ്? എംഫിസിമ. കിട്ടിയോ? അപ്പൊ നമ്മൾ ഏതൊക്കെ അസുഖങ്ങളാണ് പഠിച്ചത്? 1 ആസ്മയും, 2 ഏതാണ്? എംഫിസിമയും. ആസ്മ എന്താണ്? ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. എന്താ മക്കളെ? ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. എന്താണ് മക്കളെ അതിന് കാരണം? ഇൻഫ്ലമേഷൻ വരും അല്ലെ? എവിടെയാണ് ഇൻഫ്ലമേഷൻ വരുന്നത്? ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. എവിടേക്കാണ്? ബ്രോങ്കയിലും ബ്രോങ്കിയോൾസിലും. രണ്ടാമത്തെ ഏതാ മക്കളെ? എംഫിസീമ. എംഫിസീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മക്കളെ അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽവിയോളാർ വോൾ നശിച്ചു പോവാനുള്ള കാരണം എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ്. എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ്. മക്കളെ അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രീത്തിങ് ഇവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചോ? എവിടെ? നമ്മൾ ആദ്യം എന്തൊക്കെയാ നോക്കിയത്? ഇൻസ്പിരേഷനും എക്സ്പിരേഷന്റെ ഡിഫറൻസ് പഠിച്ചിട്ട് പോയിക്കോ. വിത്ത് ഡയഗ്രാം പഠിച്ചിട്ട് പോയിക്കോണം. പിന്നെ എന്തൊക്കെയായിരുന്നു? ടൈഡൽ വോളിയം, റെസിഡിയൽ വോളിയം, എല്ലാ കപ്പാസിറ്റിയും വോളിയംസും മക്കൾ പഠിക്കണം. പിന്നെ നമ്മൾ ഏതാ നോക്കിയത്? നമ്മുടെ ഗ്രാഫ് മറക്കരുത്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് മറക്കരുത് മക്കളെ. ലാസ്റ്റ് നമ്മുടെ ഡിസോർഡേഴ്സ് അല്ലെ, അസുഖങ്ങൾ നമ്മളെല്ലാം നോക്കി. ഇനി ഇതിലെ എല്ലാ മാർക്കും മക്കൾ സ്കോർ ചെയ്തിരിക്കണം. 1 മാർക്ക് പോലും ഇതിന്ന് വിട്ടുപോകരുത്. ഓക്കെ. ബൈ.